ദേവീ ശരണം അമ്മേ, ശ്രീതാവും ലോകമാതേ കനിവൊടു തുണ നീയേകണേ. നീ വെടിഞ്ഞാൽ സന്താപത്തിയിൽ വേവുന്നടിയനു തുണയായാരുമില്ലേ ജഗത്തിൽ. കാന്താരത്തിങ്കലെത്തി വിരഹവിവശനാമെൻ്റെ കൂട്ടായി വരേണേ. മാതാവേ, കാത്തുരക്ഷിക്കുക കഴലിണയിൽ ക്ഷീണനായി വീണൊരെന്നെ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ സദസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ശ്രീമദ് ദേവി ഭാഗവതം സപ്തമ സ്കന്ധമാണ്. ഇന്നലെ നമ്മൾ അവസാനത്തെ 40-ാമത്തെ അധ്യായമാണ് അവലോകനം ചെയ്ത് സമർപ്പിച്ചത്. ഇന്നു മുതൽ അടുത്തതായിട്ടുള്ള അഷ്ടമസ്കന്ധത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അഷ്ടമസ്കന്ധത്തിലെ പ്രഥമ അധ്യായത്തിലേക്ക് ദേവിയുടെ വരദാനത്തിനെയാണ് ദേവി സ്വയംഭൂമനുവിന് കൊടുത്ത വരദാനമാണ് ഇവിടെ ഈ അധ്യായത്തിൽ പ്രതിപാദ്യമായിട്ടുള്ള വിഷയം. അതുപോലെ ജനമേജയൻ വ്യാസനോട് ചോദിക്കുന്ന ചോദ്യത്തോടു കൂടിയാണ് അഷ്ടമസ്കന്ധം ആരംഭിക്കുന്നത്. ജനമേജയൗവാച സൂര്യചന്ദ്രാന്വയോത്ഥാനാം നൃപാണാം സൽകഥാശ്രിതം ചരിതം ഭവതാ പ്രോക്തം ശ്രുതം തം തദമൃതാസ്പദം. സൂര്യവംശത്തിലും ചന്ദ്രവംശത്തിലും ജനിച്ച അനേകം രാജാക്കന്മാരുടെ ഭക്തജനങ്ങളുടെ സത്കഥകളെ, അവരുടെ ചരിതത്തെ അങ്ങ് പറഞ്ഞത് ഞാൻ ശ്രദ്ധാഭക്തിയോടുകൂടി കേട്ടു. അമൃതത്തിന് തുല്യമാണ് ആ കഥകളെല്ലാം തന്നെ. ആ പരാശക്തി എല്ലാ മന്വന്തരങ്ങളിലും ഏതെല്ലാം രൂപത്തിലാണ് പൂജിക്കപ്പെടുന്നത് എന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏതെല്ലാം സ്ഥാനങ്ങളിൽ എപ്രകാരത്തിലുള്ള കർമ്മങ്ങളെ കൊണ്ട് ഏതേത് രൂപങ്ങളിലാണ് ആ ദേവിയെ പൂജിക്കേണ്ടത്, ഏതെല്ലാം ബീജമന്ത്രങ്ങൾ കൊണ്ട് പൂജിക്കണം, ദേവിയുടെ വിരാട് രൂപം ഏത് വിധത്തിലുള്ളതാണ്, ഇതെല്ലാം എനിക്ക് ദീർഘമായിട്ട് വിശദമായിട്ട് അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏത് ധ്യാനം കൊണ്ട് ദേവിയുടെ ആ സൂക്ഷ്മരൂപത്തിൽ മനസ്സിനെ പിടിച്ചു നിർത്താം, അതൊക്കെ അങ്ങെനിക്ക് ദീർഘമായിട്ട് പറഞ്ഞു തരണമെന്ന് വ്യാസനോട് ജനമേജയൻ അഭ്യർത്ഥിക്കുന്നതായിട്ടുള്ള വാക്കുകളോട് കൂടിയിട്ട് അഷ്ടമസ്കന്ധം തുടങ്ങണു. ഉത്തരമായിക്കൊണ്ട് വ്യാസൻ പറയുകയാണ്, ഹേ രാജൻ, ഹേ ജനമേജയ, ശ്രേഷ്ഠമായിട്ടുള്ള ദേവിയുടെ ആരാധനയെപ്പറ്റി ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം. ആരാണോ ഇത് ശ്രദ്ധാഭക്തിയോടുകൂടി ശ്രവണം ചെയ്യുന്നത്, ആ മനുഷ്യൻ ഈ ലോകത്തിൽ ശ്രേയസ്സുള്ളവനായിത്തീരും. പണ്ട് നാരദ മഹർഷി നരനാരായണ മഹർഷിയോട് അങ്ങ് ഈ ചോദിച്ച ചോദ്യങ്ങൾ ചോദിച്ചതും അതിന് അദ്ദേഹം കൊടുത്ത ഉത്തരവും ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം. അത് ശ്രവിച്ചാൽ അങ്ങയുടെ ഈ സംശയങ്ങൾ തീർന്നു കിട്ടും. ഒരിക്കൽ ഭൂമിയിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള നാരദ മഹർഷി അദൃച്ഛയ നാരായണാശ്രമത്തിൽ എത്തിച്ചേർന്നു. അവിടെ എത്തിയ നാരദ മഹർഷി നാരായണ ഋഷിയെ വണങ്ങി നമസ്കരിച്ച് നാരായണ മഹർഷിയോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇനി ഇവിടെ വ്യാസൻ നാരായണ ഋഷി സംവാദമായിട്ട് പറയുന്നത്. ആദ്യം തന്നെ ദേവദേവ മഹാദേവ പുരാണ പുരുഷോത്തമ ജഗദ്ധാര സർവജ്ഞ ശ്ലാഘിനേയൊരു സദ്ഗുണാജഗൽ
തത്വമാദ്യം യത്തന്മേ വദ യഥേപ്സിതം ജായതേ കുതയേ വേദം കുതച്ഛേദം പ്രതിഷ്ഠിതം മുതലായിട്ടുള്ള ശ്ലോകങ്ങൾ ആദ്യം തന്നെ നാരായണ ഋഷിയെ തൊഴുത് പാദപൂജ ചെയ്ത് നമസ്കരിച്ചു. എന്നിട്ട് നാരദൻ ചോദിക്കണു, ജഗത്തിൻ്റെ ആദിതത്വം എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തന്നാലും. ആരുടെ ആഗ്രഹമനുസരിച്ചിട്ടാണ് ഈ ജഗത്തുണ്ടായത്? എവിടെ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത്? ഇതിൻ്റെ ഉൽപ്പത്തി എവിടെയാണ്? ആരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? ഇത് കാലാന്ത്യത്തിൽ എവിടെയാണ് എത്തിച്ചേരുന്നത് അഥവാ ലയിക്കുന്നത്? എവിടെ നിന്നാണ് സർവസിദ്ധികളും ഉണ്ടായിട്ടുള്ളത്? ഏതിനെ അറിഞ്ഞാലാണ് ഈ മോഹമായ നമ്മളെ ബാധിക്കാതിരിക്കുക? സൂര്യൻ്റെ ഉദയത്താൽ അന്ധകാരം എപ്രകാരമാണോ നീങ്ങുന്നത്, അപ്രകാരം നമ്മളുടെ മനസ്സിലുള്ള അന്ധകാരം അഥവാ അജ്ഞാനത്തെ നീക്കുന്നതിന് ആരെയാണ് പൂജിക്കേണ്ടത്? എന്താണ് ജപിക്കേണ്ടത്? എന്താണ് ധ്യാനിക്കേണ്ടത്? ഇതെല്ലാം അറിയുന്ന സർവജ്ഞനാണല്ലോ അവിടുന്ന്. എൻ്റെ ഈ സംശയങ്ങളെയെല്ലാം ദൂരീകരിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് നാരായണ ഋഷിയോട് നാരദൻ ചോദിക്കണു. ഇപ്രകാരം നാരദൻ്റെ ചോദ്യങ്ങൾ കേട്ട നാരായണ ഋഷി നാരദന് കൊടുക്കുന്ന ഉത്തരമാണ് ഇനി ഇവിടെ നിന്ന് പറയാൻ തുടങ്ങുന്നത്. നാരായണ ഉവാച ശൃണു ദേവർഷി വര്യാത്ര ജഗത് അത്ര ജഗത തത്വമുത്തമം യേന ജ്ഞാതേന മർത്യോ ഹി ജയാദേ ന ജഗൽ ഭ്രമേ. ഹേ ദേവർഷി ശ്രേഷ്ഠ നാരദ, ജഗത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വം എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധയോടുകൂടി കേൾക്കൂ. രജ്ജുവിൽ സർപ്പം എന്നതുപോലെയാണ് ഈ ജഗത്ത് എന്ന് പറയാണ്. എന്താണ് രജ്ജുവിൽ സർപ്പം എന്ന് പറഞ്ഞാൽ? ആ ഇരുട്ടിൽ പോകുന്ന സമയത്ത് രജ്ജു എന്ന് പറഞ്ഞാൽ ഒരു കയറ്, ആ പാതയിൽ കിടക്കുന്ന ഒരു കയറ് ഇരുട്ടിൽ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തോന്നും അത് സർപ്പമാണ്, ഒരു പാമ്പാണ് എന്ന് തോന്നും. വാസ്തവത്തിൽ പാമ്പാണോ എന്ന് ചോദിച്ചാലല്ല, പക്ഷേ പ്രകാശമില്ലാത്തത് കാരണം കൊണ്ട്, ഇരുട്ടിൽ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് ആ കയറിനെ എപ്രകാരമാണോ ഒരു പാമ്പാണ് എന്ന് സംശയിച്ച് ഭയക്കുന്നത്, അതുപോലെ മിഥ്യയാണ് ഈ ജഗത്ത്, കാണപ്പെടാത്തതാണ് ഈ ജഗത്ത്, മായാ സൃഷ്ടിയാണ് ഈ ജഗത്ത്. പക്ഷേ ഈ ജഗത്താണ് സത്യം എന്നുള്ള മിഥ്യാബോധത്തിലാണ് ഇന്ന് മനുഷ്യനുണ്ടാക്കുന്നത്. അതവനെ ഭ്രമിപ്പിക്കണു. അതിന് കാരണം ആ മായയാണ്. എപ്പോഴാണോ ജ്ഞാനമുണ്ടാകുന്നത്, പ്രകാശം വരുന്നത്, അപ്പോൾ സർപ്പമല്ല അത് കയറാണ് എന്ന തിരിച്ചറിവുണ്ടാകുന്നത് പോലെ എപ്പോഴാണോ ഈ ജ്ഞാനം ഉണ്ടാവുന്നത്, അതായത് ഈ ജഗത്ത് എന്താണ്, ബ്രഹ്മം എന്താണ് എന്നുള്ള ആ രണ്ടും തിരിച്ചറിയുന്നത്, ബ്രഹ്മത്തെ തിരിച്ചറിയുന്നത്, അപ്പോൾ മനസ്സിലാകും ഈ ജഗത്ത് മിഥ്യയാണ് എന്ന്. ഇതിലുള്ള ഭ്രമം മാറും, ഇതിലുള്ള മായ മാറും. ആ ജഗത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള തത്വം ദേവി ഒന്ന് മാത്രമാണ് എന്ന് സകല ശാസ്ത്രങ്ങളും വിദ്വാൻമാരും ജ്ഞാനികളും പറയുന്നു. ആ ദേവിയാണ് ഈ ജഗത്തിനെ സൃഷ്ടിക്കുകയും പാലിക്കുകയും അവസാനം സംഹരിക്കുകയും ചെയ്യുന്നത്. ഇതെല്ലാം ദേവി ചെയ്യുന്നത് മായയ്ക്ക് അധീനമായിട്ടുള്ള ത്രിഗുണങ്ങളെ ആശ്രയിച്ചാണ് എന്നും മനസ്സിലാക്കുക എന്ന്